ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേഴ്സ് മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ എടുക്കാം. നമുക്ക് പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ അപ്ഡേറ്റുകളെ കുറിച്ചാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ അപ്ഡേറ്റുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ അപ്ഡേറ്റുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിലെ സെന്റർ ബാക്ക് ആയിട്ടുള്ള ഹോർമി പാമിനെ കുറിച്ച് പറയാം. ഹോർമി പാം മോഹൻ ബഗാനിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടെന്നുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ഇനി അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇനി മോഹൻ ബഗാൻ അദ്ദേഹത്തെ സൈൻ ചെയ്യണമെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ ആ കാര്യം നടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഹോർമി പാം ISL ഫോക്കസ്ഡ് ആണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇനി ISL എപ്പോൾ തുടങ്ങുമെന്നുള്ളതാണ്. നമ്മളെ ഏഷ്യ കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സ് ഒക്കെ അതിന്റെ ടൈറ്റ് ഷെഡ്യൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഫെബ്രുവരി 3 ആണ് ഇനി ISL തുടങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് പ്രചരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഒരിക്കലും ആ ഒരു കാര്യം ഇപ്പോഴും കൺഫേംഡ് അല്ല. കാരണം ഏഷ്യ കപ്പിൽ ഇനിയും ഇന്ത്യക്ക് കളികളുണ്ട്, അതിനുശേഷം കളികൾ ഉണ്ടാകാം. അതുകൊണ്ട് ആ ഒരു കാര്യം ഇതുവരെ കൺഫേംഡ് ആയിട്ടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ISL ഇവാൻ, നമ്മുടെ ആശാൻ പറഞ്ഞ കാര്യമാണ്. ആശാൻ പറഞ്ഞു ഇനിയുള്ള പകുതി സീസണിൽ നമ്മുടെ അഡ്രിയൻ ലൂണിന്റെ പ്രസൻസ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആരാധകർ ഒരുപാട് വിഷമത്തിലാണ്. ആ ഒരു കാര്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ ആശാൻ പറഞ്ഞിട്ടുള്ളത്. എന്റെ ഫോക്കസ് മുഴുവനും ഡിമിയിലാണ്. ഡിമി തന്നെയാണ് ഈ സീസണിലെ സൂപ്പർ താരം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൽ തന്നെയാണ് എന്റെ മുഴുവൻ വിശ്വാസവും. കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഡിമി ഈ സീസണിൽ 13 കളികൾ കളിച്ചു. 13 കളിയിലും 13 ഗോൾ കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിനുള്ളത്. 10 ഗോൾ 3 അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച ഫോമിലാണ്, ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഫോമിൽ കൂടിയാണ് ഡിമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവാൻ, നമ്മുടെ ആശാന്റെ മുഴുവൻ പ്രതീക്ഷയും, അഡ്രിയൻ ലൂന ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള മത്സരത്തിൽ ആശാന്റെ മുഴുവൻ പ്രതീക്ഷയും ഡിമിയിൽ തന്നെയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായി സ്കോറേഴ്സ് മൈ നിങ്ങളുടെ മുന്നിൽ എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈ.